മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കാളിക്കാവ് സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഗഫൂറിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഈ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പുലിയാണ് ഗഫൂറിനെ പിടിച്ചത് അല്ലെങ്കിൽ കടിച്ചു കൊല്ലുകയായിരുന്നു എന്ന് മറ്റുള്ളവരോട് പറയുന്നത്. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗഫൂറിന്റെ മൃതദേഹം എടുക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അവിടെ ഒരു പ്രതിഷേധ സമാനമായ അന്തരീക്ഷമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവിക, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാളിക്കാവിൽ ഉണ്ടായിരിക്കുന്നത്. പുലിയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി തവണയായി നാട്ടുകാർ ഇവിടെ വന്യജീവി ശല്യം ഉള്ളതായി വനം വകുപ്പിനെയും പോലീസിനെയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ ഈ നിലമ്പൂർ മേഖലയിലെല്ലാം തന്നെ നഷ്ടമായിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ മാത്രം 3-ലേറെ ജീവനുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഒരു പുലിയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. തൊഴിൽ എടുക്കാൻ വേണ്ടി ഇയാൾ പോയതായിരുന്നു. ഈ സമയത്ത് പുലിയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പുലി ഇയാളെ പിടിച്ചു മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ഇയാൾ അറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചില നാട്ടുകാരും ചേർന്ന് ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഗഫൂറിന്റെ മൃതദേഹം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി വ്യാപകമായ രീതിയിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ ഭാഗത്ത് ഉള്ളത്. മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായ മറുപടി ലഭിച്ചാൽ മാത്രമേ മൃതദേഹം അടക്കം ഈ ഭാഗത്തു നിന്നും കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച കുറെ ആളുകളാണ് ഈ മേഖലയിൽ ഉള്ളത്. പലപ്പോഴും ഈ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാട്ടുപന്നിയും മറ്റു കാട്ടുമൃഗങ്ങളും, കാട്ടാന അടക്കമുള്ള കാട്ടുമൃഗങ്ങളും കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. വലിയ ഭീതിയോടെയാണ് ഈ പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത്. പുലി അടക്കം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇത് തടയാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ശാശ്വതമായ പരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. താൽക്കാലികമായ ചില വാഗ്ദാനങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അവർ പ്രധാനമായും പറയുന്നത് ശാശ്വത നടപടികൾ അല്ലെങ്കിൽ ശാശ്വത പരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനും വലിയൊരു പേടിയിലുമാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതും ദേവിക. ശരി, മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കാളിക്കാവ് സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഗഫൂറിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളാണ് മറ്റുള്ളവരെ ഈ വിവരം അറിയിക്കുന്നത്. ഗഫൂറിന്റെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.